കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായിരുന്ന എം.എ. മാത്യുവിന്റെ 60ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തോപ്പുംപടിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എം.എ. മാത്യുവിന്റെ 60ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തോപ്പുംപടിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 48ാം വയസ്സിൽ മരിച്ചു. പക്ഷെ പിന്നിട്ട വഴികളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു മനുഷ്യായുസ്സിന്റെ എല്ലാ ഘട്ടത്തിലും ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. തികഞ്ഞ മതനിരപേക്ഷവാദിയായിരുന്ന കേരള കോൺഗ്രസ് സ്ഥാപക നേതാവുകളിൽ ഒരാളാണ് എം.എ. മാത്യു എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു. എം.എ. മാത്യു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം എം.എൽ.എ. കെ.ജെ. മാക്സി അധ്യക്ഷത വഹിച്ചു. 60 വർഷം പിന്നിടുന്ന ഒരാളെ ഇന്നും ഒരു സമൂഹം അനുസ്മരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ 60 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ കൊച്ചിയുടെ മണ്ണിലും കേരളത്തിന്റെ മണ്ണിലും സാധാരണ ജനങ്ങൾക്കും കർഷകർക്കൊക്കെ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളായിരുന്നു. സ്മരണകളിൽ എം.എ. മാത്യു എന്ന പുസ്തകം കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്, ഫാദർ ഗബ്രിയേൽ മാളിയേക്കലിന് നൽകി പ്രകാശനം ചെയ്തു. കൗൺസിലർ ഷീബ ഡ്യൂറോ, ഫൗണ്ടേഷൻ പ്രസിഡന്റ് എം. ഫ്രാൻസിസ്, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗം മേരി ഹർഷ എന്നിവരും സംസാരിച്ചു. അവിടെ ഒരാളുണ്ടായിരുന്നു, ചെല്ലുന്നവരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവരുമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ. അതായിരുന്നു എം.എ. മാത്യു, ഞങ്ങളുടെ പിതാവ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.